അങ്ങേറ്റം സംഘർഷ സാധ്യത മാത്രം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇതാ പ്രത്യാശയുടെ ചില കിരണങ്ങൾ കൂടി കാണുകയാണ്. ഒമാന്റെ നേതൃത്വത്തിലുള്ള ചില മധ്യസ്ഥ ചർച്ചകൾക്ക് തയ്യാറാണ് ഇറാൻ എന്നുള്ള പ്രതികരണങ്ങൾ കൂടി വരികയാണ്. അതാ വളരെ വേഗം ആ വാർത്തയുടെ വിവരങ്ങളിലേക്ക് പോകാം. സുഹൈൽ തുടരുകയാണ്. സുഹൈൽ, ഒമാനായിരുന്നു ഇതിനു മുൻപും ഈ നിലയിൽ ചില മധ്യസ്ഥ ശ്രമങ്ങൾക്ക് എല്ലാ കാലവും മുൻകൈ എടുത്തിട്ടുള്ളത്. പക്ഷേ ഇന്ന് ഒമാനു കൂടി എതിരെ ഉണ്ടാകുന്ന ഇറാന്റെ ആക്രമണം അല്പം ആശങ്ക സൃഷ്ടിച്ചിരുന്നു. പക്ഷേ ഒമാനിത സംഘർഷം ലഘൂകരിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഇറാൻ തയ്യാറാണ് എന്ന സൂചനയാണ് ഇപ്പോൾ നൽകുന്നത്, അല്ലേ? തീർച്ചയായും ഈ പറയുന്ന പോലെ ഇറാന്റെ സംഘർഷ സാധ്യതകൾക്കിടയിൽ ഇറാന്റെ മേൽ ഇസ്രായേലിന്റെയും അമേരിക്കന്റെയും യുദ്ധം തുടരുമ്പോൾ ഏക സംഘർഷ ലഘൂകരണ സാധ്യത ഉയർത്തുന്നത് ഇപ്പോൾ ഒമാൻ മാത്രമാണ്. ഈ ഒമാൻ മാത്രമാണ് നമ്മൾ നേരത്തെയും പ്രതീക്ഷിച്ചിരുന്നത്. ഏതെങ്കിലും രീതിയിൽ അമേരിക്കയുമായി ഇറാനെ ബ്രിഡ്ജ് ചെയ്യുന്ന ഒരു രാജ്യം ഒമാനാണ്. ഈ പറഞ്ഞ ആണവ നിരായുധീകരണവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ പോലും 3 വട്ട ചർച്ചകൾ നടത്തിയത് ഒമാന്റെ മധ്യസ്ഥതയിലാണ്. അതുകൊണ്ട് തന്നെ ഒമാനിൽ മാത്രമായിരുന്നു ഇറാന്റെ പ്രതീക്ഷ. അങ്ങനെ ഒരു വാർത്തയാണ് ഇപ്പോൾ ഈ വൈകിയ മണിക്കൂറിൽ വരുന്നത്. ഒമാൻ വഴി സംഘർഷം ലഘൂകരിക്കണമെന്ന് ഇസ്രായേലിലേക്കും അമേരിക്കയിലും ഒരു ആവശ്യം പോകുന്നു, അല്ലെങ്കിൽ സംഘർഷം ലഘൂകരിക്കാൻ ഇറാൻ തയ്യാറാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പറയുന്നു എന്ന ഏറ്റവും ആശ്വാസകരമായ വാർത്ത വരുന്നു. പക്ഷേ ഈ ഒരു നെഗോഷിയേഷന് അമേരിക്ക തയ്യാറാകുമോ, ഇസ്രായേൽ തയ്യാറാകുമോ എന്ന ചോദ്യം ബാക്കിയാണ്. അതിനും അപ്പുറത്തേക്ക് 48 മണിക്കൂറിനോട് അടുക്കുന്ന യുദ്ധത്തിൽ ആദ്യമായി വഴങ്ങാൻ തയ്യാറാണ്, അല്ലെങ്കിൽ ലഘൂകരിക്കാൻ തയ്യാറാണ്, സമാധാനത്തിന് ഞങ്ങൾ തയ്യാറാണെന്ന് ഇറാൻ ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്. ആ പ്രഖ്യാപനത്തിന് ബ്രിഡ്ജ് ചെയ്യാൻ, ആ പ്രഖ്യാപനത്തെ അമേരിക്കൻ ടേബിളിലേക്ക് എത്തിക്കാൻ അത് ഏൽപ്പിക്കുന്ന ഒമാനാണ്. ഒമാൻ ഇറാൻ തമ്മിലുള്ള ബന്ധമെടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം 50 വർഷത്തിലേറെ സൗഹൃദമാണ്. അതിനും അപ്പുറത്തേക്ക് ഈ പറയുന്ന GCC രാജ്യങ്ങളൊക്കെ പല ഘട്ടത്തിൽ ഇറാനെതിരെ നിന്നപ്പോഴൊക്കെ ഒരു പ്രോ ഇറാൻ സെന്റിമെന്റ്സിൽ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്ന, ഇറാനോട് എപ്പോഴും അടുത്തുന്ന രാജ്യം കൂടിയാണ് ഒമാൻ. അതുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞതുപോലെ ഇറാൻ തുടരെ GCC രാജ്യങ്ങളിലൊക്കെ ഈ റിട്ടാലിറ്ററി ഓപ്പറേഷൻ രീതിയിൽ ആക്രമണം നടത്തിയത് GCC, സൗദി, UAE, കുവൈത്ത്, ഖത്തർ അടക്കമുള്ള രാജ്യങ്ങളിലെ ഭരണത്തലവന്മാരെ കൊണ്ട് ഈ പറഞ്ഞ ഡൊണാൾഡ് ട്രംപുമായി സംസാരിപ്പിച്ച് സംഘർഷം ലഘൂകരിക്കാതെ അവസാനിപ്പിക്കുന്ന ലക്ഷ്യത്തോടെയായിരുന്നു. പക്ഷേ ഇന്നലെ അത് പോസിബിൾ ആയില്ല. നമ്മൾ ഇന്നലെ കാണാത്ത രീതിയിൽ ഒമാനിലേക്ക് പോലും ഇറാൻ ആക്രമണം നടത്തുന്നത് കണ്ടു. ഒമാന്റെ ഹോർമുസ് കടലിലേക്ക് ഒമാനും ഇറാനും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന ഇടമാണ്. അതുകൊണ്ട് തന്നെ ഒമാൻ ഈ പറയുന്ന യുദ്ധത്തിൽ സ്ട്രാറ്റജിക്കായി ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റാണ്. ഒമാനിൽ കൂടി ഇറാൻ സംഘർഷം തൊടുത്തുവിടുന്നത് നമ്മൾ കണ്ടതാണ്. അതൊരു അമേരിക്കൻ ക്യാമ്പുകളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണമാണെങ്കിലും തുറമുഖ നഗരങ്ങളിലാണ് ഇറാന്റെ ഡ്രോണുകൾ പതിച്ചത്. ഇപ്പോൾ ഇറാൻ ഒമാൻ വഴി ഒരു നെഗോഷിയേഷന് ശ്രമം നടത്തുന്നു എന്ന ഏറ്റവും പുതുതായ വാർത്ത നമുക്ക് വരുന്നു. ചർച്ചയ്ക്ക് തയ്യാറെന്ന് ഇറാൻ പറയുന്നു. 48 മണിക്കൂർ യുദ്ധത്തിനിടെ ആദ്യമായാണ് അമേരിക്കയുമായി ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണെന്ന് ഇറാൻ സന്നദ്ധത അറിയിക്കുന്നത്. അതൊരു വലിയ കാര്യമാണ്. കാരണം ഈ ഫൈറ്റ് ചെയ്യുന്ന പാർട്ടികളിൽ ഒന്ന് സമാധാനത്തിന് തയ്യാറാണ്, സമാധാനത്തിന് ഞങ്ങൾ തയ്യാറാണ്, അതിന് ആരെങ്കിലും മുൻകൈയെടുത്താൽ സംസാരിക്കാമെന്ന് ആദ്യമായി പറയുകയാണ്. അത് ഒരു വലിയ കാര്യമാണ്. പക്ഷേ ഈ പറയുന്ന ഒരു കോൺഫറൻസിലേക്ക്, ഈ പറയുന്ന ഒരു സമാധാന ചർച്ചകളിൽ കാര്യങ്ങൾ കടക്കുമ്പോൾ ഒമാൻ വഴി ഇത് ബ്രിഡ്ജ് ചെയ്യുമ്പോൾ അതെങ്ങനെ അമേരിക്കയും ഇസ്രായേലും അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. കാരണം ഇന്നലെ ഈ സംഘർഷങ്ങൾക്ക് പിന്നാലെ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്ത ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഇന്നോ നാളെയോ കൊണ്ട് തീരാൻ ഉദ്ദേശിക്കുന്ന യുദ്ധമല്ല, ആത്യന്തികമായി ഈ പറഞ്ഞ റെജിം ചേഞ്ച്, കമ്പനി ഭരണകൂടം മുഴുവനായി അവിടെ മാറി പ്രക്ഷോഭകാരികളാൽ ഭരിക്കപ്പെടുന്ന ഒരു സാഹചര്യം വരുമ്പോൾ മാത്രമാണ് യുദ്ധം അവസാനിപ്പിക്കുക എന്ന് ഇസ്രായേൽ ഇന്നലത്തെ നിലപാട് സ്വീകരിച്ചു. അങ്ങനെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അഭിസംബോധന കഴിഞ്ഞ് 2-3 മണിക്കൂറുകൾ കഴിയുമ്പോൾ തന്നെ ട്രംപിന്റെ ട്രൂത്ത് സോഷ്യലിലെ ഒരു പോസ്റ്റ് വരുന്നു. കമനെ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞു തുടങ്ങുന്ന പോസ്റ്റ് അവസാനിക്കുന്നത് ഈ യുദ്ധം ഇന്നോ നാളെയോ 4-5 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നില്ല. ആത്യന്തികമായ ലക്ഷ്യം മിഡിൽ ഈസ്റ്റിലും ഇറാനിലും സമാധാനം പുലരുമാണ്. സമാധാനം പുലരും എന്ന് പറയുന്നത് സോ കോൾഡ് ട്രംപിന്റെ സമാധാനം. ട്രംപ് ഏത് തരത്തിൽ സമാധാനം ഉദ്ദേശിക്കുന്ന സോ കോൾഡ് ട്രംപ് പീസ് നടപ്പിലായാൽ മാത്രമേ അവർ പിന്മാറൂ എന്ന് അമേരിക്ക നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതായത് ഇസ്രായേലും അമേരിക്കയും യുദ്ധത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന അടമന്റായ നിലപാട് നേരത്തെ തന്നെ ഓപ്പണായി പറഞ്ഞു കഴിഞ്ഞതാണ്. ഈ ഘട്ടത്തിലാണ് വലിയ രീതിയിൽ ഇറാൻ കനത്ത പ്രഹരമേൽപ്പിക്കുന്ന വണ്ണം ഇസ്രായേൽ വലിയ ആക്രമണം നടത്തിയത്. അതേപോലെ തന്നെ അമേരിക്കയുടെ പടക്കപ്പലിലേക്ക് അടക്കം ആക്രമണം നടത്തിയെന്ന് അവകാശവാദം ഉന്നയിക്കുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ള ലാർജ് സ്കെയിലുള്ള ഒരു മിലിറ്ററി ആക്ഷൻ ഇരുഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതിനിടയിൽ ഒരു സമാധാന ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ്, സംഘർഷം ലഘൂകരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് ഇറാൻ ആദ്യമായി പറയുന്നു. ആ ഇറാന്റെ വാക്കുകൾക്ക്, അല്ലെങ്കിൽ ഇറാന്റെ താല്പര്യങ്ങൾക്ക് ബ്രിഡ്ജാവാൻ ഒമാനോട് ആവശ്യപ്പെടുന്നു. ഒമാൻ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് തുടക്കം കുറിക്കാൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഒമാനും ഇറാൻ തമ്മിലുള്ള ദീർഘകാലത്തെ ബന്ധം വെച്ച് നോക്കുമ്പോൾ എപ്പോഴും പ്രോ ഇറാൻ സെന്റിമെന്റ്സ് എടുക്കുന്ന ഒമാനെ സംബന്ധിച്ച് വളരെ വേഗത്തിൽ അമേരിക്കയുമായി നെഗോഷിയേഷൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.